വെറുപ്പിന്റെ അവതാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രേണു നിറഞ്ഞാടുകയാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടു രേണു സുധിയുടെ ഗോഷ്ഠിയും കോപ്രായം കണ്ടുമടുത്ത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെന്ന് കുറെ നാൾ മുമ്പ് കരുതി. പിന്നെ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. സുധിയുടെ ഓർമ്മ ദിവസം ഈ എറണാകുളത്തുള്ള ഒരു വേട്ടാവളിയും നാറി രേണുവിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും രേണുവിന്റെ റീലുകൾ കാരണം നാട്ടുകാർക്ക് വഴി മാറി നടക്കേണ്ട അവസ്ഥയായി. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. രേണുവിന് റീൽസ് ഒക്കെ ചെയ്യാം, അഭിനയിക്കാം, മോഡലിംഗ് നടത്താം. അത് വൃത്തിയായി ചെയ്താൽ അതിനൊരു ഭംഗിയുണ്ട് മോളെ. പക്ഷെ രേണു ചെയ്യുന്നത് അതൊന്നുമല്ല, വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ്. അങ്ങനത്തെ സ്നേഹം കൊണ്ട് പറയാണ് രേണുവിന് അഭിനയിക്കാൻ അറിയില്ല. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. മുഖം കൊണ്ട് ഗോഷ്ഠി കാണിക്കാനല്ല അഭിനയം. ഇത് പലരും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അവരോട് 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ. എന്നിട്ടാണ് അഭിനയം തന്റെ 7 അയലത്ത് കൂടി പോയിട്ടില്ലെന്ന് രേണുവിന് നല്ല ബോധവും തിരിച്ചറിവും എല്ലാം ഉണ്ട്. ആ ബോധവും തിരിച്ചറിവും നിന്ന് രേണു പഠിച്ച പാഠമാണ് ഈ കോപ്രായം. ഞാൻ പറയാൻ പോകുന്നത് രേണു കാണിച്ച ഒരു നന്ദികേടിന്റെ, ഒരു ചെറ്റത്തരത്തിന്റെ കഥയാണ്. പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. കൂടെ നിന്ന് സഹായിച്ചവരെ രേണു പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു, പരസ്യമായി അപമാനിച്ചിരിക്കുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ. ഇപ്പോൾ താമസിക്കുന്ന വീട് തന്റെ പുതിയ സ്റ്റാറ്റസിന് പോരാ എന്ന് രേണുവിന് തോന്നിക്കാണും. പുതിയ കുറച്ചുകൂടി വലിയ സൗകര്യമുള്ള ഒരു വീട് വേണമെന്ന് തോന്നിക്കാണും. സ്വാഭാവികം. അഭിനയം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുന്ന പെണ്ണുപെങ്ങളെ രേണു അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ വകതിരിവും തിരിച്ചറിവും വട്ടപൂജ്യവും ഉണ്ടാവാൻ കൂടി പ്രാർത്ഥിക്കണം നീ. ഞാനൊന്ന് കിടക്കട്ടെ.